അങ്ങനെ 2025 നീറ്റിൻ്റെ റിസൾട്ട് ഓൾറെഡി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്തു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് നോക്കാവുന്നതാണ്. സോ കറൻ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള ക്വാളിഫയിങ് സ്റ്റുഡൻസ് എത്രയാണുള്ളത്, അത് കൂടാണ്ട് ക്വാളിഫയിങ് മാർക്ക് എത്രയാണുള്ളത് എന്ന കാര്യമൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കറൻ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൽ നിന്ന് നമുക്ക് എന്താണ് 50%, അതായത് നമ്മുടെ ജനറൽ കാറ്റഗറി 50% വെച്ചിട്ടുള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ ക്വാളിഫയിങ് മാർക്കായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 144 മാർക്കാണ് നമ്മുടെ ക്വാളിഫയിങ് മാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, 144 ആണ് 50% വന്നേക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒ ബി സിയിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 113 ആണ് നമ്മുടെ എന്താണ് 40% മാർക്കായിട്ട് ഇത്തവണ വന്നിട്ടുള്ളത്. ഓക്കെ, 113 മാർക്ക് മേടിച്ചിട്ടുള്ള SC/ST അത് കൂടാണ്ട് OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആണ്. ദെൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 45th പെർസെൻറ്റേജ് 45ാമത്തെ പെർസെൻറ്റേജിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 ആണ് 45th പെർസെൻറ്റേജിൽ വന്നേക്കുന്നത്. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ മാർക്ക് മേടിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് മേടിച്ചാലാണ് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്. കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് റാങ്കിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ളൊരു കാര്യത്തിലൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവില്ലേ. സോ അപ്പാർട്ട് ഫ്രം ദിസ് നമ്മൾ 2025 നീറ്റിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ടോട്ടലായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 22,76,069 സ്റ്റുഡൻസാണ് 2025 നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ടോട്ടലായിട്ട് അപ്പിയേർഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 22,09,318 സ്റ്റുഡൻസ് ആണ് അപ്പിയേർഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആബ്സെൻറ്റ് സ്റ്റുഡൻസ് നമ്മൾ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 66,751 സ്റ്റുഡൻസ് എന്താണ് ഇതിൽ എക്സാം എഴുതാണ്ട് ആബ്സെൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ വർഷത്തെ ടോട്ടലായിട്ടുള്ള ക്വാളിഫൈഡ് സ്റ്റുഡൻസ് നമ്മൾ എടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ജനറൽ കാറ്റഗറി, OBC, ദെൻ അത് കൂടാണ്ട് SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ, ദെൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ എല്ലാവരെയും ചേർത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 12,36,531 സ്റ്റുഡൻസ് ആണ് നമുക്ക് എന്തുള്ളത് ടോട്ടൽ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 12,36,531 സ്റ്റുഡൻസ് ആണ് എന്തായിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് എന്തുള്ളത് ടോട്ടൽ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, സോ നമ്മളിനിപ്പോൾ സ്റ്റേറ്റ് വൈസിലോട്ട് നമ്മൾ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണ NTA വളരെ നേരത്തെ തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ കേരളത്തിൽ നിന്ന് 2025 ടോട്ടലായിട്ട് അപ്പിയർ ആയിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 1,21,516 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് കേരളത്തിൽ നിന്ന് ഈ വർഷം നീറ്റ് അപ്പിയർ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഈ വരുന്ന 1,21,516 സ്റ്റുഡൻസിൽ ടോട്ടലായിട്ട് കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 73,328 സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തേക്കുന്നത് കേരളത്തിൽ നിന്ന് ടോട്ടൽ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, സോ 73,328 സ്റ്റുഡൻസ് ആണ് എന്തുള്ളത് ടോട്ടലായിട്ട് കേരളത്തിൽ നിന്ന് ഇത്തവണ ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, നമ്മളിതിപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ പോയിട്ട് പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,36,531 സ്റ്റുഡൻസ് ആണ് ഓൾ ഇന്ത്യയിൽ ടോട്ടലായിട്ട് നമുക്ക് ക്വാളിഫൈഡ് ഉള്ളത്. സോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 126 മാർക്കിന് മേലാണെങ്കിൽ ആൾ ക്വാളിഫൈഡ് ആണ്. ദെൻ എന്താണ് OBC, SC/ST വിഭാഗങ്ങളിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ 113 മാർക്കിന് മേലാണെങ്കിൽ ആൾ ക്വാളിഫൈഡ് ആണ്. ദെൻ എന്താണ് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് 144 മാർക്കിന് മേലാണെങ്കിൽ എന്ത് ആൾ ക്വാളിഫൈഡ് ആണ്. സോ ഇതാണ് 2025 നീറ്റിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് വരുന്നത്. സോ ഇനി വരുന്ന വീഡിയോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള കട്ട് ഓഫ് എത്രയാണ്, എത്ര മാർക്ക് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് എന്തായിരിക്കും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അടുത്ത വീഡിയോ ഞാൻ അപ്പ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ട് എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺ.